ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഹൗസ് വാമിങ്ങിന് കിട്ടിയ ഈ പെട്ടികളൊക്കെ പൊട്ടിക്കലാണ് ഇന്നത്തെ പരിപാടി. അപ്പം എങ്ങനെ തുടങ്ങിയാലോ? ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഇപ്പതേ 1 വർഷം ആവാറായി. എന്താണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇത്ര ഡിലേ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ലോങ് വീഡിയോ ആയിരുന്നു. ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് ആ ഒരു 2 മാസം ഒടുക്കത്തെ തിരക്കായിരുന്നു. ഒന്നാമത് പ്രജിയേട്ടൻ നാട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ പ്രജിയേട്ടനിൽ മാത്രമായിരുന്നു. ഏകദേശം ഒരു 4 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചത്. ഇന്ന് അപ്ലോഡ് ചെയ്യാം, നാളെ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞ് അതങ്ങനെ അങ്ങനെ അങ്ങ് നീണ്ടൊരു പോക്കായിരുന്നു. ഇനിയും വയ്യ, ചിലപ്പോൾ അടുത്ത കൊല്ലം ഞാൻ അപ്ലോഡ് ചെയ്യാൻ തോന്നി. അതുകൊണ്ട് ഇപ്പൊ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇനി അധികം സമയം കളയാതെ നമുക്കിതൊക്കെ അൺബോക്സ് ചെയ്യാം. സോ വെൽക്കം ടു മൈ പെട്ടി പൊട്ടിക്കൽ വീഡിയോ. ഇപ്പൊ എൻ്റെ കൂടെ ഇവിടെ പ്രജിയേട്ടൻ, അനാമി, ചിന്നു, അശ്വതേച്ചി, പ്രജിയേട്ടൻ്റെ അമ്മ, പിന്നെ വിവേക് ഉണ്ടായിരുന്നു. വിവേകാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നത്. ആദ്യത്തെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തപ്പോൾ കിട്ടിയത് ഒരു കെറ്റിലായിരുന്നു. എൻ്റെ ആ എക്സ്പ്രഷൻ അങ്ങനെ ആവാൻ കാരണം എനിക്ക് ഓൾറെഡി ഒരു കെറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, അമ്മ വാങ്ങി തന്നത്. അങ്ങനെ ഇപ്പോൾ 2 കെറ്റിലായി. പിന്നത്തെ ഗിഫ്റ്റിൽ ഒരു ഭഗവത്ഗീതയും രാമായണവും ആയിരുന്നു. അടുത്ത ഗിഫ്റ്റ് പൊട്ടിച്ചപ്പോൾ 2 ഫ്രെയിമാണ് കിട്ടിയത്, ഗുരുവായൂരപ്പനും പിന്നെ ശ്രീരാമൻ്റെതും. എനിക്ക് തോന്നുന്നു നേരത്തെ ഗിഫ്റ്റും ഈ ഗിഫ്റ്റും ഒരാൾ തന്നതാണെന്നാണ്. അറിയില്ല, എനിക്ക് തോന്നുന്നു. ഈ ഗിഫ്റ്റൊക്കെ എപ്പോൾ പൊട്ടിച്ച് തീരാനാ ഞാനും സഹായിക്കാതെ പറ്റതേ ഒരാൾ കൂടി വന്നിട്ടുണ്ട്. വേറെ ആരല്ല, നമ്മുടെ കാശി. ഒരു ഗിഫ്റ്റ് പൊട്ടിച്ചപ്പോൾ തന്നെ ആൾക്ക് മതിയായിട്ട് പെട്ടെന്ന് തന്നെ എണീച്ച് പോയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു ഹൗസ് വാമിങ്ങിൻ്റെ അന്ന്. അപ്പം അന്ന് ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ദേ ഈ ഗിഫ്റ്റ് തന്നവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഗിഫ്റ്റൊക്കെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഗിഫ്റ്റ്സൊക്കെ എനിക്ക് അത്രയും വിലപ്പെട്ടതാണ്. ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ വീടിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്. 2017 ഈ വീടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒട്ടും ഹറിബറി ആക്കാതെ മെല്ലെ മെല്ലെ തന്നെയാണ് ഓരോ സ്റ്റെപ്പും പോയിട്ടുണ്ടായിരുന്നത്. വീടായിട്ട് മതി കല്യാണം എന്നായിരുന്നു ആദ്യത്തെ തീരുമാനം. പിന്നീട് ആ തീരുമാനം മാറ്റി. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് കഴിഞ്ഞപ്പോൾ ഒന്ന് സ്പീഡാക്കി. അതൊരു 1.5 സ്പീഡ് തന്നെയായിരുന്നു. അങ്ങനെ 2025 ഓഗസ്റ്റ് 31 ഞങ്ങൾ ആ വീട്ടിലങ്ങ് കയറി താമസം തുടങ്ങി. സത്യം പറഞ്ഞാൽ ആ വീട്ടിൽ നിൽക്കുമ്പോഴും എനിക്ക് ആ ഒരു റിയാലിറ്റി അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, വീടായി എന്നുള്ളത്. അത് വരാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. എന്ത് വന്നാലും 2025 നമ്മൾ നമ്മുടെ പുതിയ വീട്ടിൽ പണിയൊക്കെ തീർത്ത് കയറി താമസിച്ചിരിക്കും എന്നുള്ള പ്രജിയേട്ടൻ്റെ ഒരൊറ്റ ഇതിലാണ് എല്ലാം ഭംഗിയായിട്ട് നടന്നത്. ഒരു ലോഡ് കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. അത് വേണോ, ഇത് വേണോ, ഏതാ നല്ലത്, എന്താ ചെയ്യുക, അങ്ങനെ ഒരു ലോഡ് കാര്യങ്ങളിൽ കൺഫ്യൂഷനായിരുന്നു എനിക്ക്. ഒന്നാമത് പ്രജിയേട്ടൻ നാട്ടിലില്ല. പിന്നെ എന്ത് കാര്യം വരുമ്പോഴും ഒരു 10 ആളോട് ചോദിക്കുമ്പോൾ 10 അഭിപ്രായവും വരും. ചില സമയത്തൊക്കെ എൻ്റെ തലേന്ന് പുക വരുന്നുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, എൻ്റെ വീട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അതിനൊരു ഫിക്സഡ് ബഡ്ജറ്റും ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. പിന്നെ എനിക്കെല്ലാം മിനിമൽ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. എനിക്കിഷ്ടപ്പെടുന്നത് വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം ചോദിക്കാത്തതാണ് നല്ലത്. കാരണം എൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല വേറൊരാൾക്ക്. എനിക്ക് ഡള്ളായിട്ടുള്ള ഒന്നും ഇഷ്ടമല്ല, ഓവർ ബ്രൈറ്റ് ആയിട്ടുള്ള ഇഷ്ടമല്ല. ഇതിൻ്റെയൊക്കെ ഒരു മീഡിയത്തിൽ കിടക്കുന്ന ഒരാളാണ് ഞാൻ. വീട്ടിലേക്കുള്ള ഓരോ സാധനം വാങ്ങുമ്പോഴും ഒരു 100 തവണ ഞാനിരുന്ന് ആലോചിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാനൊരു ഓവർ തിങ്കറും കൂടിയാണ്. അപ്പം പിന്നെ പറയേണ്ടതില്ലല്ലോ. ഇങ്ങനെ ഗിഫ്റ്റ് പൊട്ടിക്കാൻ നിന്ന നേരം വെളുക്കുമെന്ന് അറിയുന്നുണ്ട് ദേ പ്രജിയേട്ടൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ. ഇതൊരു ജ്യൂസറായിരുന്നു. കുറേ കാലങ്ങളായിട്ട് വിചാരിക്കുന്നതാണ് ഒന്നിത് വാങ്ങണമെന്ന്. ഇപ്പം വേണ്ട, പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് മാറ്റി വെച്ച ഒരു കാര്യമായിരുന്നു. എന്തായാലും അത് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ എനിക്ക് വേണം തോന്നി വേറൊരു സാധനം ഉണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഞാനും അമ്മയും കൂടി എപ്പോൾ ഈ പാത്രങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പിൽ പോയോ അന്ന് ഞാൻ എവിടെന്നേലും ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ട് വരും. അമ്മേ നമുക്കിത് വാങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു 2-3 തവണ വാങ്ങാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ഇതുവരെ അതും വാങ്ങിയിട്ടില്ല. നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് അത് സാധിച്ചു തരുമെന്നാണല്ലോ. പക്ഷേ ഇതൊരു 1.5 ഇതായിപ്പോയി. ഒരു ബിരിയാണി പോട്ട് വേണമെന്ന് ആഗ്രഹിച്ച എനിക്ക് 5 ബിരിയാണി പോട്ടാണ് കിട്ടിയത്. 5 6 എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അതിൽ 4 സെയിം ആയിരുന്നു.
സെയിം എന്ന് പറഞ്ഞാൽ സെയിം കമ്പനിയുടെ സെയിം സാധനം. അതിൽ ഒന്ന് ഞാൻ എൻ്റെ അമ്മക്കും കൊടുത്തു, ഒന്ന് ഫ്രിഡ്ജായിട്ട് അമ്മക്കും കൊടുത്തു, പിന്നെ ഒന്ന് ഞാനെടുത്ത് യൂസ് ചെയ്യാനും തുടങ്ങി. ഒന്നല്ല, ഒരു വലുതും ഒരു ചെറുതും ഞാനെടുത്ത് യൂസ് ചെയ്യാനും തുടങ്ങി. ഒന്ന് നല്ല വലിപ്പമുള്ളതായിരുന്നു, അത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറുതുണ്ട്, അതും ഞാൻ യൂസ് ചെയ്തു. ഇപ്പം ഞാൻ ഈ അൺബോക്സ് ചെയ്യുന്ന ഗിഫ്റ്റ് ചിമ്മി തന്നതായിരുന്നു. അവൾ ആമസോൺ വഴി ഓർഡർ ചെയ്തത്. അതിൻ്റെ അകത്തുണ്ടായിരുന്നത് ചെറിയ 2 വിളക്കും ഒരു 2 ട്രേയും ആയിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ 2 ട്രേയിലാണ് ഞാൻ എൻ്റെ പൂജാ സാമഗ്രികളൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. എനിവേ, താങ്ക് യു ചിമ്മി, താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ അകത്ത് ഒരു കാസ്ട്രോളായിരുന്നേ, ആ ബോക്സിൻ്റെ പുറമേ കാണുന്ന സെയിം തന്നെ ഗ്രീൻ കളറ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല കളറായിരുന്നു. ഈ ഗിഫ്റ്റ് കിട്ടിയതിൽ കുറേ ഐറ്റംസ് ഒക്കെ ഞാനെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. സാധാരണ എല്ലാവരും എന്താ ചെയ്യുക, ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല ഭദ്രമായിട്ട് എടുത്തിട്ട് ഏതെങ്കിലും തട്ടിൻ്റെ മേലെ ഇവിടെ കൊണ്ടുപോയി വെക്കും. ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സാധനങ്ങൾ ഞാൻ എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത് അങ്ങനെ അങ്ങ് ഉപയോഗിക്കാണ്ട് വെച്ച് അവസാനം ഇതിൻ്റെ ഒക്കെ കോട്ടിങ് പോവും, കളറ് പോവും, പഴയതാവും, പിന്നെ എടുത്ത് കളയാലുണ്ടാവുക. ഇപ്പം ഞാൻ ഈ എടുത്ത് വെച്ച പെട്ടിക്ക് നല്ല കനമുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് അത്രയ്ക്ക് സാധനം ഉണ്ടായിരുന്നു. ഇതെനിക്ക് ശിരീപേച്ച് തന്നതാണ്. ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ എനിക്കറിയായിരുന്നു. കാരണം എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാ വാങ്ങട്ടെ എന്ന്. ആദ്യം തന്നെ വലിയൊരു ഇഡ്ഡലി പാത്രമായിരുന്നു. എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് കുറേ തട്ടുണ്ടായിരുന്നു. പിന്നെ അതെ, ചായ കൊഴിക്കുന്ന ഒരു മഗ്, പിന്നെ അതിൻ്റെ തന്നെ ചെറിയൊരെണ്ണം, പിന്നെ ഒരു പുട്ടും പാനി. ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയ സാധനവും പുട്ടായിരുന്നു. ഇത് നമ്മൾ വറുത്തിടുന്ന സാധനം. പിന്നെ ഒരു നൂൽപുട്ട് ഉണ്ടാക്കുന്നത്, അത് ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. പിന്നൊരു ചായപാത്രം, ഇതുപോലത്തെ 2 എണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ, സെയിം സാധനം. പിന്നെ ദേ ഒരു കുഞ്ഞി കിണ്ണം, പിന്നെ നമ്മളെ കുഞ്ഞി ചിരട്ട പൊട്ട് ചൂടുന്നൊരു കുഞ്ഞിയതും. ഇത്രയുമാണ് ആ പെട്ടിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ താങ്ക് യു ഷിനി ചേച്ചി. അടുത്ത ഗിഫ്റ്റ് പൊട്ടിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് ഞാൻ ഞെട്ടി. കാരണം അതൊരു കെറ്റിലായിരുന്നു. അങ്ങനെ 3ാമത്തെ കെറ്റിലാണ് ഞാൻ ഈ അൺബോക്സ് ചെയ്യുന്നത്. ഇതോടുകൂടി തീരുന്നില്ല. കാരണം 4 5 കെറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ഞാൻ ചിന്നുവിന് കൊടുത്തു, ഒന്ന് പ്രജയുടെ അമ്മക്ക് കൊടുത്തു, ഒന്ന് ആ കിട്ടിയ പൊട്ടിച്ച് അന്ന് തന്നെ ഞാനെടുത്ത് ഉപയോഗിക്കാനും തുടങ്ങി. എന്താണെന്നറിയില്ല, ഞാനും കിറ്റിലുമായിട്ടൊരു വല്ലാത്ത ആത്മബന്ധമാണ്. അതിനിടയിൽ ദേ ശിവയും പിന്നെ അനുവും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കിച്ചണിലേക്ക് വേണ്ടിയിട്ട് അധികമൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിച്ചത്. ഒരു ചായ വെക്കുന്ന പാത്രം, ഒരു സ്റ്റീലിൻ്റെ ഒരു 2-3 പ്ലേറ്റ്, ഒരു 2-3 സ്പൂണ്, പിന്നെ ഒരു ചിരവ. പിന്നെ അതൊന്നും ഞാൻ വാങ്ങിച്ചതല്ല, എല്ലാം എനിക്ക് അമ്മ വാങ്ങിച്ചു തന്നതായിരുന്നു. കാരണം എല്ലാവരും പറഞ്ഞു, നീ ഇത് ഹൗസ് വാമിങ് എല്ലാം കഴിഞ്ഞിട്ട് സാധനമൊക്കെ വാങ്ങിയാൽ മതി, കാരണം ആരൊക്കെ എന്താ ഗിഫ്റ്റ് വരാമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഉരുളി അങ്ങ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് ഇതിന് കാണാൻ. പിന്നെ കുക്കർ കിട്ടിയതുകൊണ്ട് അതും വാങ്ങേണ്ടി വന്നില്ല. അനു അൺബോക്സ് ചെയ്തതായിരുന്നു ഗൈസ് 4ാമത്തെ കെറ്റിൽ. അത് പിന്നെ പെട്ടി പൊട്ടിച്ചില്ല, അങ്ങനെ അങ്ങ് അവിടെ മാറ്റി വെച്ചു. എൻ്റെ അടുത്തുള്ള ആ വലിയ പെട്ടിയിൽ നമ്മൾ കിച്ചണിൽ വെള്ളം എടുത്ത് വെക്കുന്ന പാത്രമായിരുന്നു. അതെനിക്ക് ജ്യോതി ആൻറ്റി തന്നതാണ്. അതും എൻ്റെ കയ്യിൽ 2 എണ്ണം ഉണ്ട്. ഇതെനിക്കൊന്ന് ആദ്യം അമ്മ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ജഗ്ഗും പിന്നെ ഗ്ലാസ് അല്ല, ചെറിയ ഇതുപോലെ കപ്പിൻ്റെ ഒരു സെറ്റായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. ആ ജഗ്ഗും നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ കിട്ടിയത് ജ്യൂസിൻ്റെ ഗ്ലാസ് ആയിരുന്നു. അതൊരു 6 എണ്ണം വരുന്ന സെറ്റായിരുന്നു. ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ ട്രൈപോഡിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതില്ലാത്തതോടെ തന്നെ കുറച്ച് കഷ്ടപ്പാടായിരുന്നു. അങ്ങനെ ഇതോടുകൂടി കെറ്റിലിൻ്റെ എണ്ണം 5 എണ്ണമായിരിക്കുന്നു. ഈ റൈസ് കുക്കറും എനിക്ക് നല്ല ഉപകാരമായിരുന്നു. ആ വീട്ടിൽ ഞാൻ എന്ന് ചോറ് വെക്കാൻ തുടങ്ങി അന്ന് മുതൽ ഞാൻ ആ റൈസ് കുക്കർ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ലോക്കും കാണാൻ നല്ല അടിപൊളിയായിരുന്നു. എവിടെയെങ്കിലും ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും കാണാൻ. ഒരു സിൽവറും ബ്ലാക്കും ഒക്കെയാണ് അതിൻ്റെ കളർ വരുന്നത്.
ഗണപതി ഭഗവാന്റെ ഇത് അർജുൻ ഫാമിലിയും ഗിഫ്റ്റ് ചെയ്തായിരുന്നു. നല്ല ഉണ്ടായിരുന്നു കാണാൻ. നല്ല വെയിറ്റും ഉണ്ട് അതിന്. ഈ ഒരു ക്ലോക്കാണ് ഞാൻ ലിവിങ് റൂമിൽ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു ക്ലോക്ക് എൻ്റെ ലിവിങ് റൂമിന് നല്ല മാച്ചായിരുന്നു. പിന്നെ അതെ ഒരു ഫ്രെയിമായിരുന്നു, അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അൺബോക്സ് ചെയ്തതിൻ്റെ അകത്ത് ഇങ്ങനത്തെ കുറേ ഗ്ലാസ് ആയിരുന്നു. ഇതിൻ്റെ കൂടെയുള്ള ആ ജഗ്ഗിലാണ് ഞാൻ വെള്ളം എടുത്ത് വെക്കാറ്. പിന്നെ ചെറിയ ഇതുപോലത്തെ 6 ഗ്ലാസ് വരുന്ന സെറ്റ് ഉണ്ടായിരുന്നു. അടുത്ത ഫ്രെയിം ഇതായിരുന്നു, ഒരു മയിലിൻ്റെത്. ഇത് നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ. ഈ ഫോട്ടോയിൽ അതിൻ്റെ അകത്ത് മനസ്സിലായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഈ ഒരു കഥകളീൻ്റെ ഫ്രെയിമും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിസൈൻ ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് കളർ പ്ലേറ്റ്സ്. ഇതാണ് അടുത്തൊരു ബിരിയാണി പോട്ട്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ഗിഫ്റ്റ് എൻ്റെ മാമീൻ്റെ അനിയൻ കൊണ്ട് തന്നതാണ്. അതെനിക്ക് തലേന്ന് എൻ്റെ കൈ കൊണ്ട് തന്നുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയാണ്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. നല്ലൊരു കളറുമായിരുന്നു. ഇതാണ് അടുത്ത ഫ്രെയിം. ഈ ഫ്രെയിം എനിക്ക് എൻ്റെ ഫ്രണ്ട് ചാന്ദിനി ഗിഫ്റ്റ് ചെയ്തതാണ്. ഗിഫ്റ്റ് തരുമ്പോഴേ അവൾ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടാ നീ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫോട്ടോ എടുത്ത് അയക്കാൻ മറന്നുപോയി. താങ്ക് യു സോ മച്ച് ചാന്ദിനി. പിന്നെ ഒരു വലിയ കാസ്ട്രോളും അതിൻ്റെ തന്നെ ഒരു മിനി കാസ്ട്രോളാണ് കിട്ടിയത്. ചേട്ടൻ്റെ ഇസ്തിരിപ്പെട്ടി. ആദ്യം എടുത്ത് അതങ്ങോട്ട് വെക്കാനാ. ഈ ചേട്ടന്റെ ഇസ്തിരിപ്പെട്ടി കിട്ടിയിരിക്കുന്നു. ഈ അയൺ ബോക്സ് വിബീഷ് ചേട്ടൻ ദുബായിൽ വിവേകിന്റെ കൈ കൊടുത്തു വിട്ടതായിരുന്നു. താങ്ക് യു വിബീഷ് ചേട്ടാ. വിബീഷ് ചേട്ടനൊന്നും ഹൗസ് വാമിങ്ങിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വരാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഹൗസ് വാമിങ്ങിന്റെ 1 മാസം മുന്നേ വിബീഷ് ചേട്ടൻ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോയത്. ആ നാട്ടിലുണ്ടായ സമയത്ത് എൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഓടിയിട്ടുണ്ടായിരുന്നു വിബീഷ് ചേട്ടൻ. വിബീഷ് ചേട്ടൻ മാത്രമായിരുന്നില്ല, ഹർഷയും ഉണ്ടായിരുന്നില്ല, അമലും ഉണ്ടായിരുന്നില്ല. എല്ലാ രീതിയിൽ തന്നെ ഇവരൊക്കെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യം നടക്കുന്ന സമയത്ത് എനിക്ക് ഇവരൊക്കെ കൂടെ വേണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല. വിവേകാണെങ്കിലും ആദ്യം വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും ഞാൻ എങ്ങനെയാണെങ്കിലും വരും. ലാസ്റ്റായപ്പോൾ അവരും പറഞ്ഞു അവരും വരാൻ പറ്റൂല, കുറച്ച് സീനാണ്. പക്ഷെ അമലും വരാൻ പറ്റില്ല എന്നുള്ള കാര്യം അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പ്രതീക്ഷ വിവേകിലായിരുന്നു. കൂടി വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. പ്രജയേട്ടൻ ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ സ്വാമിയുടെ തലേന്ന് അവൻ സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഭയങ്കര അഭിനയമായിരുന്നു. എനിക്ക് എന്തായാലും ഹൗസ് വാമിങ്ങിന് വരാൻ പറ്റൂല, കല്യാണത്തിന് വരാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അവനാണെങ്കിൽ എൻ്റെ ഏട്ടൻ്റെയും കല്യാണത്തിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇതിനും കൂടി ഇനി വന്നിട്ട് ഈ നാട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ എന്തായാലും കറക്റ്റ് സമയത്തിന് നാട്ടിലെത്താൻ പറ്റി. അതിൽ ഒരുപാട് സന്തോഷം. ഈ എയർ ഫ്രയർ എനിക്ക് സുമനേഷ് ചേട്ടനും കിച്ചുവും കൂടി ഗിഫ്റ്റ് ചെയ്തതാണ്. ഓൾറെഡി ഞാൻ ഇതിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിക്കഴിഞ്ഞു. അതിൽ എല്ലാം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് എനിക്ക് എൻ്റെ ചീസ് കേക്ക് ഉണ്ടാക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഈ എയർ ഫ്രയർ കാണുമ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളുടെ ഓർമ്മിക്കാറുണ്ട്. പിന്നെ അടുത്തത് ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് ഷിബിനേച്ചി മനോഹരനും തന്നതാണ്. പ്രീതിയുടെ മിക്സി ആയിരുന്നു. ഇതും എന്നോട് ചോദിച്ചിട്ടാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ അകത്ത് കുറേ ഐറ്റംസ് ഉണ്ട്. മറ്റേ നമ്മുടെ മാവ് കുഴയ്ക്കുന്നതും ഉള്ളി അരിയുന്നതും ഒക്കെ ആയിട്ട്. ഇതിൽ ഞാൻ ഒരുപാട് ജ്യൂസ് അടിച്ച് കുടിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ അരഞ്ഞു കിട്ടും. ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ ഗിഫ്റ്റൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. വീഡിയോയിലൊന്നും ഉൾപ്പെടാത്ത വേറെയും വലിയ ഗിഫ്റ്റുകൾ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ തന്നതും
അമ്മേൻ്റെ അനിയത്തി, എൻ്റെ ഏട്ടൻ, ആപ്പന്മാർ, മൂത്തച്ഛന്മാർ, ഏച്ചിമാർ, ഏട്ടന്മാർ, പിന്നെ അതുപോലെ തന്നെ പ്രജേട്ടൻ്റെ കസിൻസും പ്രജേട്ടൻ്റെ ബ്രദറും ഫ്രണ്ട്സും ഒക്കെ തന്നതൊക്കെ ആയിട്ട് വേറെയുണ്ട്. എല്ലാം ഒന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓരോരുത്തരുടെയും പേര് എനിക്ക് എടുത്തു പറയണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ ബൈ മിസ്റ്റേക്ക് ആരുടെയെങ്കിലും ഒരാളുടെ പേര് വിട്ടുപോയി കഴിഞ്ഞാൽ അതൊരു വിഷമമായിരിക്കുമല്ലോ. ശരിക്കും പറയുകയാണെങ്കിൽ ഞാനൊരു നന്ദി പ്രസംഗമൊക്കെ നടത്തണം എന്ന് ഉദ്ദേശിച്ചിരുന്നു. പക്ഷെ അതിനുള്ളൊരു സമയവും സാവകാശം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അമ്മാതിരി തിരക്കായിരുന്നു. ലാസ്റ്റ് ആ ഒരു ഇതിൽ ഞാൻ ഓടിയ ഓട്ടത്തിന് കണക്കുണ്ടായിരുന്നില്ല. 62 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു ഞാൻ. ഈ 2 പരിപാടിയും കഴിയുമ്പോഴേക്ക് 56 കിലോ ആയിട്ടുണ്ടായിരുന്നു. ഇതൊരു മൈക്രോവനാണ്. ഇത് പ്രജേട്ടൻ്റെ കസിൻ രാജേട്ടനും ഷൈമേച്ചിയും കൂടി തന്നതായിരുന്നു. അങ്ങനെ പെട്ടി പൊട്ടിക്കൽ കഴിഞ്ഞു, എല്ലാവരും പോയി. ഇതൊക്കെ വൃത്തിയാക്കുക എന്നുള്ളതായിരുന്നു അടുത്ത ടാസ്ക്. ലാസ്റ്റ് പിന്നെ ഞാനും പ്രജേട്ടനും ചിന്നും അനാമയും കൂടെ എല്ലാം അടുക്കി പെറുക്കി ഒതുക്കി വെച്ചു. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഞാൻ പറയേണ്ടതില്ലല്ലോ. എന്നാൽ ശരി, പോട്ടെ. ടാറ്റാ, ബൈ ബൈ.